ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇമെയിൽ ഐ ഡിയിൽ 2-step വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ നമുക്കിന്ന് കാണാം. സോ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യണം നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ബിക്കോസ് മോസ്റ്റ്ലി ഇമെയിൽ ഐ ഡി ഹാക്ക് ആവാൻ സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു വെരിഫിക്കേഷൻ മോസ്റ്റ്ലി ആവശ്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇമെയിൽ ഐ ഡി വന്നിട്ട് ഒരുപാട് തരത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഗൂഗിളിലായാലും പ്ലേ സ്റ്റോറിലായാലും അതോ ഗെയിംസിലായാലും അതോ ജോബ്സിനായാലും ഈ ഇമെയിൽ ഐ ഡി വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മോസ്റ്റ്ലി ഈ സെക്യൂർ എല്ലാം നിങ്ങൾ കൊടുത്തു തന്നെ ആകണം. സോ ഇങ്ങനത്തെ കാര്യത്തിൽ ഇമെയിൽ ഐ ഡിന് ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമാണ്. സോ അതാണ് 2-step വെരിഫിക്കേഷൻ. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ബാക്കപ്പ് കോഡ് വെച്ച് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സോ അഥവാ നിങ്ങളെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. സോ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ചെയ്യാം. സോ ഇവിടെ കാണുന്ന മുകളിലെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടായിട്ട് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഈ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ കൊടുക്കുക. ഇവിടെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ 2-step വെരിഫിക്കേഷൻ എന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് വന്നിട്ട് ഓഫ് ആയിട്ടുണ്ടാവും. അതിനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. അതിൽ പാസ്വേഡ് ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ വന്നിട്ട് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ആഡ് ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പർ സൈഡ് നിങ്ങളെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റിൽ കൊടുക്കുക. ഇത് കറക്റ്റാണോ കൺഫേം ചെയ്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പം പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി ഡൺ കൊടുക്കുക. അതിനുശേഷം താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ബാക്കപ്പ് കോഡ് എന്ന് കിടക്കുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഗെറ്റ് ബാക്കപ്പ് കോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും 10 വിധത്തിൽ നിങ്ങൾക്ക് ബാക്കപ്പ് കോഡുകൾ ഉണ്ടാകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാക്കപ്പ് കോഡിനെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളെ ഇമെയിൽ ഐ ഡി വന്നിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളെ പാസ്വേഡ് മറന്നു പോയാൽ ഈ എല്ലാ കോഡിനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടിൽ എഴുതിയും വയ്ക്കാം. ഓക്കെ, മോസ്റ്റ്ലി ഈ കോഡുകൾ നിങ്ങൾക്ക് വളരെ ആവശ്യം വരും. സോ ഇതിനെ മോസ്റ്റ്ലി സേവ് ചെയ്ത് വയ്ക്കുക. സോ ഇതിനെ ബാക്ക് അടിക്കുക. സോ ഇവിടെ നമ്മളെ ഈ 2-step വെരിഫിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ഓഫിലായിരുന്നു. സോ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് കാണാം. അത്രയും ബൈ.